എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫെയർ ആണ്. നോബൽ പ്രൈസ് 2025 പ്രസ്താവന രീതിയിലുള്ള ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. നോബൽ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എക്സാമുകളിൽ. അപ്പോൾ നമുക്ക് അതേ സീരിയസോടെ തന്നെ പഠിക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. പ്രസ്താവന 1. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം മേരി ഇ ബ്രാങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ, ഷിമോൺ സകാഗുച്ചി എന്നിവർക്ക് ലഭിച്ചു. രണ്ടാമത്തെ പ്രസ്താവന പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസ്, റെഗുലേറ്ററി ടി സെല്ലുകൾ എന്നിവയെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. പ്രസ്താവന ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ഇതിൽ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ഇനി വിശദീകരണം നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി ആൻസർ എന്താ വന്നതെന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കുക, എന്നിട്ട് ആൻസർ നോക്കുക. അടുത്ത ചോദ്യം. പ്രസ്താവന 1. 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ജോൺ ക്ലർക്ക്, മിഷേൽ ഡെവറൈറ്റ്, ജോൺ മാർട്ടിനസ് എന്നിവർക്കാണ് ലഭിച്ചത്. പ്രസ്താവന 2. ബ്ലാക്ക് ഹോളുകളുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള സൈദ്ധാന്തിക പഠനങ്ങൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 മാത്രം ശരിയാണ്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, എനർജി ക്വാണ്ടൈസേഷൻ എന്നിവ കണ്ടെത്തിയതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ വിശദീകരണം ഒന്നുകൂടി വായിച്ചു നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസ്താവന 1. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് 2025 രസതന്ത്ര നോബൽ സമ്മാനം നൽകപ്പെട്ടത്. പ്രസ്താവന 2. സുസൂമി കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി എന്നിവരാണ് ഈ പുരസ്കാരം പങ്കിട്ടത്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ മഴേൻ്റെ സൗണ്ട് കൂടി നിങ്ങൾക്കുണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. വാതക ശേഖരണം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്ക് സഹായകമായ തന്മാത്രാഘടനയായ MOF വികസിപ്പിച്ചതിനാണ് സുസൂമി കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി എന്നിവർക്ക് പുരസ്കാരം ലഭിച്ചത്. പിന്നെ നിങ്ങൾ ഓരോരുത്തർ ഏത് രാജ്യക്കാരാണെന്ന് കൂടി പഠിച്ചു വെക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസ്താവന 1. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ ലാസ്ലോ ക്രാസ്നഹോർഗായ് ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ്. പ്രസ്താവന 2. ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ സാഹിത്യ നോബൽ ജേതാവാണ് അദ്ദേഹം. ഇതിലേത് പ്രസ്താവനയാണ് ശരി? ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 മാത്രം ശരിയാണ്. ഏഷ്യയിൽ നിന്നുള്ള ആദ്യ സാഹിത്യ നോബൽ ജേതാവ് രവീന്ദ്രനാഥ ടാഗോറാണ്. 1913. ലാസ്ലോ ക്രാസ്നഹോർഗായ് യൂറോപ്യൻ രാജ്യമായ ഹംഗറിയിൽ നിന്നുള്ള എഴുത്തുകാരനാണ്. നമുക്ക് ഹംഗറി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രസ്താവന 1. 2025 നോബൽ സമാധാന പുരസ്കാരം വെനസ്വേലിയൻ ജനാധിപത്യ നേതാവായ മരിയ കൊറീന മച്ചാഡോയ്ക്ക് ലഭിച്ചു. പ്രസ്താവന 2. നോബൽ സമാധാന പുരസ്കാരം പ്രഖ്യാപിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ വെച്ചാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 മാത്രം ശരിയാണ്. വെനസ്വേലയിൽ മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യ പ്രക്രിയകൾക്കുമായി പോരാടിയ മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് സമാധാന നോബൽ ലഭിച്ചത്. സമാധാന നോബൽ പുരസ്കാരം മാത്രം നോർവേയിലെ ഓസ്ലോയിലാണ് നൽകുന്നത്. ബാക്കി 5 പുരസ്കാരങ്ങൾ സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലാണ് നൽകുന്നത്. പ്രസ്താവന 1. 2025 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം ജോയൽ മോക്കിർ, ഫിലിപ്പ് ആഗിയോൺ, പീറ്റർ ഹോവിറ്റ് എന്നിവർക്കാണ് ലഭിച്ചത്. പ്രസ്താവന 2. സാങ്കേതിക മുന്നേറ്റത്തിലൂടെയുള്ള സുസ്ഥിര സാമ്പത്തിക വളർച്ച, ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ സിദ്ധാന്തം എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് പുരസ്കാരം. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. വിശദീകരണം നിങ്ങൾ വായിച്ചു നോക്കുക. അടുത്ത ചോദ്യം. പ്രസ്താവന 1. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് നോബൽ സമാധാന പുരസ്കാരം നേടുന്ന വ്യക്തികളിൽ പ്രമുഖയാണ് മരിയ കൊറീന മച്ചാഡോ. സ്വീഡിഷ് അക്കാദമിയാണ് നോബൽ സമാധാന പുരസ്കാര വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 മാത്രം ശരിയാണ്. നോബൽ സമാധാന പുരസ്കാരം തിരഞ്ഞെടുക്കുന്നത് നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ്. സ്വീഡിഷ് അക്കാദമി സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് തീരുമാനിക്കുന്നത്. പ്രസ്താവന 1. 2025 ഭൗതിക ശാസ്ത്ര നോബൽ നേട്ടങ്ങൾ ക്വാണ്ടം സാങ്കേതികവിദ്യയുടെ വികസനത്തിന് അടിത്തറയിടുന്നവയാണ്. പ്രസ്താവന 2. ഐക്യരാഷ്ട്രസഭ 2025 അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം ആയി ആചരിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. വിശദീകരണം ഒന്ന് വായിച്ചു നോക്കുക. പ്രസ്താവന 1. ഷിമോൺ സക്കാഗുച്ചി 1995 റെഗുലേറ്ററി ടി സെല്ലുകളെ കണ്ടെത്തിയത്. പ്രസ്താവന 2. FOXP3 ജീനാണ് റെഗുലേറ്ററി ടി സെല്ലുകളുടെ വികസനം നിയന്ത്രിക്കുന്നതെന്ന് കണ്ടെത്തിയതിൽ മേരി ബ്രാങ്കോയ്ക്കും ഫ്രെഡ് റാംസ്ഡെല്ലിനും പങ്കുണ്ട്. ആൻസർ ഓപ്ഷൻ സി. പ്രസ്താവന 1, 2 ശരിയാണ്. പ്രസ്താവന 1. നോബൽ സമ്മാന ചരിത്രത്തിൽ രസതന്ത്ര നോബൽ നേടുന്ന ആദ്യത്തെ അറബ് വംശജനായ ശാസ്ത്രജ്ഞനാണ് ഒമർ എം യാഗി. പ്രസ്താവന 2. റെറ്റിക്കുലർ കെമിസ്ട്രി എന്ന മേഖലയിലെ തനതായ സംഭാവനകൾക്കാണ് ഒമർ യാഗി അറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1, 2 എന്നിവ രണ്ടും ശരിയാണ്.
ജോർദാനിയൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ഒമറിയാഗി റെറ്റിക്കുലർ കെമിസ്ട്രിയിലൂടെ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകൾ നിർമ്മിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചു. പ്രസ്താവന 1. ആൽഫ്രഡ് നോബലിൻ്റെ ഓർമ്മയ്ക്കായുള്ള സെറിജസ് റിക്സ്ബാങ്ക് സമ്മാനമാണ് സാമ്പത്തിക ശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്നത്. പ്രസ്താവന 2. 1901 നോബൽ പുരസ്കാരം ആരംഭിച്ചപ്പോൾ മുതൽ സാമ്പത്തിക ശാസ്ത്ര പുരസ്കാരവും നൽകി വരുന്നുണ്ട്. ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 മാത്രം ശരിയാണ്. 1901 നോബൽ സമ്മാനങ്ങൾ നൽകി തുടങ്ങിയെങ്കിലും സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരം 1968 സ്വീഡൻ്റെ സെൻട്രൽ ബാങ്കായ റിക്സ് ബാങ്ക് സ്ഥാപിക്കുകയും 1969 മുതൽ നൽകി തുടങ്ങുകയും ചെയ്തു. പ്രസ്താവന 1. ആൽഫ്രഡ് നോബലിൻ്റെ ചരമദിനമായ ഡിസംബർ 10 നോബൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത്. പ്രസ്താവന 2. 2025 നോബൽ സമ്മാനത്തുകയായി 11 ദശലക്ഷം സ്വീഡിഷ് ക്രോണർ ആണ് ഓരോ വിഭാഗത്തിലും നൽകുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1, 2 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രസ്താവന 1. ലാസ്ലോ ക്രസ്നഹോർക്കായുടെ പ്രശസ്തമായ കൃതികളിലൊന്നാണ് സാത്താൻ താങ്കോ. പ്രസ്താവന 2. 2015 മാൻ ബുക്കർ അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഓപ്ഷൻ സി. പ്രസ്താവന 1, 2 ശരിയാണ്. 2025 സാഹിത്യ നോവൽ നേടിയ ലാസ്ലോ ക്രസ്നഹോർക്കായി സാത്താൻ താങ്കോ, ദി മെലഞ്ചലി ഓഫ് റെസിഡൻസ് തുടങ്ങിയ ശ്രദ്ധേയമായ നവ ക്ലാസിക് നോവലുകളുടെ രചയിതാവാണ്. പ്രസ്താവന 1. 2025 ഭൗതികശാസ്ത്ര നോബൽ ജേതാവായ ജോൺ ക്ലാർക്ക് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്നുള്ള ഭൗതികശാസ്ത്രജ്ഞനാണ്. രണ്ടാമത്തെ പ്രസ്താവന. സൂപ്പർ കണ്ടക്റ്റിംഗ് ക്വാണ്ടം ഇൻ്റർഫറൻസ് ഡിവൈസുകൾ നിർമ്മിക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പങ്ക് ശ്രദ്ധേയമാണ്. ആൻസർ ഓപ്ഷൻ സി. പ്രസ്താവന 1, 2 ശരിയാണ്. പ്രൊഫസർ ജോൺ ക്ലാർക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റിയും ക്വാണ്ടം അളവുകളും ചേർന്ന മേഖലയിൽ നടത്തിയ വിപ്ലവകരമായ പഠനങ്ങൾക്കാണ് ആദരിക്കപ്പെട്ടത്. പ്രസ്താവന 1. ഇതുവരെ ഒരു ഇന്ത്യൻ പൗരനും സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടില്ല. പ്രസ്താവന 2. 2025 ഇന്ത്യയിൽ നിന്നുള്ള ആർക്കും നോബൽ പുരസ്കാരം ലഭിച്ചിട്ടില്ല. ആൻസർ ഓപ്ഷൻ ബി. പ്രസ്താവന 2 മാത്രം ശരിയാണ്. അമർത്യാസൻ 1998, അഭിജിത്ത് ബാനർജി 2019 എന്നിവർ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ നേടിയ ഇന്ത്യൻ വംശജരായ വ്യക്തികളാണ്. അതിനാൽ പ്രസ്താവന 1 തെറ്റാണ്. 2025 ഇന്ത്യൻ പൗരന്മാർക്കാർക്കും പുരസ്കാരം ലഭിച്ചിട്ടില്ല. 2 ശരിയാണ് പ്രസ്താവന. അടുത്തത് പ്രസ്താവന 1. കരോളിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോബൽ അസംബ്ലിയാണ് വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. പ്രസ്താവന 2. 2025 വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ച ആദ്യ വ്യക്തിയാണ് മേരിയൻ ബ്രാങ്കോ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1 മാത്രമാണ് ശരി. 2 തെറ്റാണ്. പ്രസ്താവന 1. 2025 രസതന്ത്ര നോബലിന് അർഹമായ MOF സാങ്കേതികവിദ്യ അന്തരീക്ഷത്തിൽ നിന്നും ശുദ്ധജലം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കാം. പ്രസ്താവന 2. കാർബൺ ഡയോക്സൈഡ് വാതകം പിടിച്ചെടുക്കാനും ഇത് ഫലപ്രദമായി ഉപയോഗിക്കാം. ഓപ്ഷൻ സി. പ്രസ്താവന 1, 2 ശരിയാണ്. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളിലെ സുഷിരമുള്ള ഘടനകൾ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും കാലാവസ്ഥാ വ്യതിയാനം തടയാനുമുള്ള സാങ്കേതിക വിദ്യകളിൽ നിർണായകമാണ്. ഇനി അടുത്തത് പ്രസ്താവന 1. റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ് ഭൗതികശാസ്ത്രം, രസതന്ത്രം എന്നിവയിലെ നോബൽ വിജയികളെ തിരഞ്ഞെടുക്കുന്നത്. പ്രസ്താവന 2. സാമ്പത്തിക ശാസ്ത്ര നോബൽ വിജയികളെ തിരഞ്ഞെടുക്കുന്നതും റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് തന്നെയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. പ്രസ്താവന 1, 2 എന്നിവ രണ്ടും ശരിയാണ്. റോയൽ സ്വീഡിഷ് അക്കാദമി ഓഫ് സയൻസ് ആണ് ഫിസിക്സ്, കെമിസ്ട്രി, എക്കണോമിക്സ് എന്നീ 3 വിഭാഗങ്ങളിലെയും നോബൽ ജേതാക്കളെ നിർണ്ണയിക്കുന്നത്. പ്രസ്താവന 1. മരിയ കൊറിന മഷാഡോ നോബൽ സമാധാന പുരസ്കാരം നേടുന്ന ലോകത്തിലെ 8ാമത്തെ വനിതയാണ്. പ്രസ്താവന 2. ലാറ്റിൻ അമേരിക്കയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ നടത്തിയ സമാധാനപരമായ പോരാട്ടങ്ങൾക്കാണ് മഷാഡോയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. ആൻസർ ഓപ്ഷൻ ബി. പ്രസ്താവന 2 മാത്രമാണ് ശരി. മഷാഡോ നോബൽ സമാധാന പുരസ്കാരം നേടുന്ന 20ാമത്തെ വനിതയാണ്. ലാസ്റ്റ് ചോദ്യമാണ്. പ്രസ്താവന 1. ആഗിയോൺ ഹൊവിറ്റ് മോഡൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ വളർച്ചാ സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രസ്താവന 2. ഫിലിപ്പ് ആഗിയോണും പീറ്റർ ഹൊവിറ്റും 2025 സാമ്പത്തിക ശാസ്ത്ര നോബൽ പുരസ്കാരം പങ്കിട്ട ശാസ്ത്രജ്ഞരാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1, 2 ശരിയാണ്. 20 ചോദ്യോത്തരങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പ്രസ്താവന രീതിയിലുള്ള ചോദ്യോത്തരങ്ങളാണ്. നമ്മൾ PSCക്ക് ഇപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. നല്ല ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതേ മോഡൽ തന്നെയാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ലെവൽ കൂട്ടി പഠിച്ചു പോവുക. എന്നാലേ എക്സാമിന് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. ക്ലാസ് ലെങ്ത്ത് കൂടാതിരിക്കാൻ കുറേ വിശദീകരണങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ വായിച്ച് നോക്കുക. എന്നാലേ ആൻസർ എങ്ങനെയാണ് വന്നതെന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം.